ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 19 സംസ്ഥാനതല ഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ സംസ്ഥാനതല ഭരണമായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ വരുന്ന നമ്മുടെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ 3 ഘടകങ്ങളുണ്ട്: നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ അഥവാ നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ രൂപീകരണം, ഘടന, ചുമതലകൾ എന്നിവയൊക്കെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പറയുന്നത് ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫൈനാൻഷ്യൽ പവർ, ഡിസ്ക്രിമിനേഷണറി പവർ, ഇങ്ങനെ 4 അധികാരങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗവർണറുടെ നിയമനം എങ്ങനെ, ഗവർണറാകാനുള്ള യോഗ്യതകൾ എന്തെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്നത്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഒരു സംസ്ഥാന ഗവർണറിൽ നിക്ഷിപ്തമാണ്. എന്നിരുന്നാലും ഒരു സംസ്ഥാനത്തിന്റെ യഥാർത്ഥ അധികാരങ്ങൾ സംസ്ഥാന മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കുമാണുള്ളത്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് ആളിന് താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഗവർണർ ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഗവർണറായി നിയമിക്കപ്പെടുന്ന കാലയളവിൽ വേതനം പറ്റുന്ന മറ്റു സ്ഥാനങ്ങൾ വഹിക്കുവാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവർണറുടെ നിയമനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗവർണറുടെ യോഗ്യത എന്തൊക്കെ വേണമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ടോപ്പിക്ക് പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനതല ഭരണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാഷ്ട്രീയമായി സംഘടിക്കപ്പെടുന്ന സമൂഹവും അതുപോലെ സർക്കാർ അതിൻ്റെ പ്രവർത്തന സംവിധാനവുമാണ്. അതുപോലെ ഈ ഒരു സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 3 ഘടകങ്ങളായിട്ട് തിരിക്കാം. അതിലാണ് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗവർണറിലോട്ട് കിടക്കാം. ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ഗവർണർ ഹാസ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് വെസ്റ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ ഭരണഘടന വകച്ചു നൽകുന്ന ഒരു സ്റ്റേറ്റിൻ്റെ എന്താണ് അധികാര നിർവഹണത്തിൻ്റെ കേന്ദ്രമാണ് ഗവർണർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ബട്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഗവർണർ എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹി ഹാസ് എ നോമിനൽ ഹെഡാണ്. അപ്പം നമ്മുടെ നോമിനൽ ഹെഡ് എന്ന് പറയുമ്പം നാമമാത്രമായിട്ടുള്ള ഒരാളാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് അവിടെ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത്. പക്ഷേ ഗവർണർ എന്താണ്? വെറും ഒരു നോമിനൽ ഹെഡ് മാത്രമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ്? ഒരു സംസ്ഥാന ഗവർണറിൽ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ അധികാരങ്ങൾ സംസ്ഥാന മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കുമാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ അധികാരം ഉള്ളത്. പക്ഷേ ഈ ഒരു നോമിനൽ ഹെഡായിട്ടാണ് ഗവർണറെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗവർണറെ ആരാണ് നിയമിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും ഗവർണറെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഗവർണറിന് വേണ്ട യോഗ്യതകൾ, ഒരു ഗവർണർ ആവാൻ വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അദ്ദേഹം അല്ലേ. അതുപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതാണ് ഏജ് ലിമിറ്റ് വന്നിട്ട് 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഗവർണർ സ്ഥാനം വഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗവർണറായി നിയമിക്കപ്പെടുന്ന കാലയളവിൽ വേതനം പറ്റുന്ന മറ്റ് സ്ഥാനങ്ങൾ വഹിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു ജോലിയിലോ മറ്റൊരു ഗവൺമെൻറ് ജോലിയിലോ അതുപോലെ അങ്ങനെ വേതനം കിട്ടുന്ന ഒരു ഇതിൽ അദ്ദേഹം സ്ഥാനങ്ങൾ വഹിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ഗവർണർ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്ട്രാ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഗവർണർ ആവാൻ വേണ്ട കാലയളവ് എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തെ കാലാവധിയെങ്കിലും പ്രസിഡൻറ്റിൻ്റെ 5 വർഷത്തെ കാലാവധിയാണ് നമ്മുടെ ആ ഒരു പീരീഡ് വരുന്നത്. അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം വഹിക്കാനുള്ള പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. പക്ഷെ എങ്കിലും പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഒരു താല്പര്യപ്രകാരം അയാൾക്ക് തുടർന്ന് പോകണമെങ്കിൽ ആ ഒരു പ്രസിഡൻറ്റ് പറയുന്നത് വരെ ആ ഒരു സ്ഥാനം വഹിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ
വേണമെങ്കിൽ കാലാവധി തീരുന്നതിന് മുന്നേ പുറത്താക്കുകയും ചെയ്യും കേട്ടോ. അപ്പം പ്രസിഡൻറ്റിനാണ് ഒരു ഗവർണറിനെ നിയമിക്കാനും അതുപോലെ പുറത്താക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻറ്റിനാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന ഗവർണറുടെ അധികാരങ്ങൾ എന്തെല്ലാം എന്നാണ്. സംസ്ഥാന ഭരണത്തലവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ഗവർണർക്ക് ഭരണഘടന നിരവധി അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പം അതിൽ വരുന്ന ആദ്യത്തെ അധികാരമാണ് ഭരണനിർവഹണ അധികാരങ്ങൾ. അപ്പം 4 അധികാരമാണ് ഗവർണറിനുള്ളത്. പവേഴ്സ് ഓഫ് ഗവർണർ 4 എണ്ണമാണ്. എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, ഫൈനാൻഷ്യൽ പവർ ഉണ്ട്, ഡിസ്ക്രിമിനേഷണറി പവർ ഉണ്ട്. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണനിർവഹണ അധികാരങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഭരണനിർവഹണ അധികാരം നോക്കാം. സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണ അധികാരങ്ങൾ ഗവർണറിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഹൈക്കോടതി ഒഴികെയുള്ള ന്യായാധിപന്മാരെയും അഡ്വക്കേറ്റ് ജനറലിനെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ എല്ലാ അധികാരങ്ങളും ആചാരപരമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഗവർണറിൻ്റെ ഫസ്റ്റ് പവർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പവറാണ് ഭരണനിർവഹണ അധികാരം അഥവാ എക്സിക്യൂട്ടീവ് പവർ. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്ന ഗവർണറിന് വരുന്ന എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാണ്? ഈ ഗവർണർ പ്രവർത്തിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെയും അതുപോലെ മറ്റുള്ള മന്ത്രികളുടെയും ഒക്കെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുക. അപ്പം മുഖ്യമന്ത്രിയെയും അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അത് ഗവർണറിൻ്റെ ഒരു പവറാണ്. അതുപോലെ എന്താണ്, മറ്റുള്ള ആരൊക്കെയാണ് നിയമിക്കുന്നത് ഗവർണർ? ഹൈക്കോടതി ഒഴികെയുള്ള ബാക്കി എല്ലാ ന്യായാധിപന്മാരെയും അഡ്വക്കേറ്റ് ജനറലിനെയും അതുപോലെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനിലുള്ള അംഗങ്ങളെ, അതുപോലെ PSC പോലുള്ള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ, അതുപോലെ ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ ഒക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അതൊക്കെയാണ് ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് പവർ അഥവാ ഭരണനിർവഹണ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന പവറാണ് നിയമനിർവാഹക അധികാരങ്ങൾ. അപ്പം നിയമനിർവാഹക അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേറ്റീവ് പവർ. അപ്പം എന്താണ് ഈ ഒരു ലെജിസ്ലേറ്റീവ് പവറിൽ പറയുന്നതെന്ന് നോക്കാം. സംസ്ഥാന നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടാന്, നിയമസഭാ സമ്മേളനം നിർത്തിവെക്കാനും നിയമസഭ പിരിച്ചുവിടാനുമുള്ള അധികാരം ഗവർണർക്കുണ്ട്. സംസ്ഥാന നിയമസഭയ്ക്ക് 2 സഭകളുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളെയും മറ്റ് നോമിനേറ്റഡ് അംഗങ്ങളെയും നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണറാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഗവർണർ അംഗീകരിക്കുന്നതോടുകൂടി മാത്രമേ നിയമമാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലെജിസ്ലേറ്റീവ് പവർ എന്തൊക്കെയാണ് വരുന്നത്? ഒരു സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭയെ വിളിച്ചുകൂട്ടാനും അതുപോലെ നിയമസഭാ സമ്മേളനം നിർത്തിവെക്കാനും ഒക്കെ പവർ ഉള്ളത് ആർക്കാണ്? നിയമസഭ പിരിച്ചുവിടാൻ അതിനൊക്കെ ഉള്ളൊരു പവർ ഗവർണറിനുണ്ട് കേട്ടോ. അതുപോലെ സംസ്ഥാന നിയമസഭയ്ക്ക് 2 സഭകളുണ്ടെങ്കിൽ അതിൻ്റെ കൗൺസിൽ അംഗങ്ങളെയും അതുപോലെ നോമിനേറ്റഡ് അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ തന്നെ ആയിരിക്കും. അതുപോലെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഗവർണറുടെ അംഗീകാരം കൂടിയിട്ടേ അതൊരു നിയമമായിട്ട് പാസ്സാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗവർണർ പാസ്സാക്കിയാൽ, നിയമസഭയിലൂടെ ഗവർണർ പാസ്സാക്കിയാൽ മാത്രമേ ഏതൊരു കാര്യവും നിയമങ്ങൾ അത് അംഗീകരിക്കപ്പെടുന്നുള്ളൂ കേട്ടോ. അത് നിയമമായി മാറുന്നുള്ളൂ. അതിന് ഗവർണറുടെ അംഗീകാരമുണ്ട്. അതാണ് ഈ ഒരു നിയമനിർവാഹക അധികാരം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗവർണറിൻ്റെ അടുത്തൊരു പവർ എന്താണ്? പൊതുധനവിനിമയ അധികാരങ്ങൾ, ഫൈനാൻഷ്യൽ പവേഴ്സ്. അതിലെന്താണ് നോക്കാം. സംസ്ഥാന ബജറ്റ് ഗവർണർക്ക് വേണ്ടിയാണ് ധനകാര്യമന്ത്രി തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ധനപരമായ ഒരു ബില്ല് പോലും ഗവർണറുടെ ശുപാർശയില്ലാതെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സംസ്ഥാന ബജറ്റ് നമ്മൾ എപ്പോഴും ഇഷ്യൂ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംസ്ഥാന ബജറ്റ് ഗവർണർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ധനകാര്യമന്ത്രി തയ്യാറാക്കിയിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു ധനപരമായിട്ടുള്ള ഒരു ബില്ല് പോലും ഗവർണറുടെ ഒരു ശുപാർശയില്ലാതെ അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. അതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ പവർ അഥവാ പൊതു ധനവിനിമയ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഗവർണറിൻ്റെ പവറാണ് ഡിസ്ക്രിഷണറി പവർ അഥവാ വിവേചനാധികാരങ്ങൾ. വിവേചനാധികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം.
സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാം. അത്തരം അധികാരങ്ങളെയാണ് വിവേചനാധികാരങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഗവർണർ പ്രവർത്തിക്കുന്നത് ആര് പറഞ്ഞു? ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരവും അതുപോലെ മറ്റു മന്ത്രിമാരുടെയൊക്കെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഒരു ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ഉപദേശമൊന്നുമില്ല, മന്ത്രിമാരുടെ ഉപദേശപ്രകാരമൊന്നും അല്ലാതെ തന്നെ ഗവർണർക്ക് ചില സാഹചര്യങ്ങൾ അവരുടെ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കാൻ ഒരു അവസരമുണ്ട്. അത്തരം അധികാരത്തെയാണ് നമ്മൾ വിവേചനാധികാരം എന്ന് പറയുന്നത്. നോക്കാം. സംസ്ഥാന നിയമസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ വന്നാൽ ഗവർണർക്ക് നിയമസഭയിലെ വലിയ കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ക്ഷണിക്കാം. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ഏതു ബില്ലും പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി ഗവർണർക്ക് മാറ്റിവെക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുവാനും മന്ത്രിസഭയെ പുറത്താക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്, ഈ ഒരു മന്ത്രിസഭ ഉണ്ടാവില്ല. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം എന്താണ്, പ്രസിഡന്റിന്റെ ഭരണം, രാഷ്ട്രപതി ഭരണം നമ്മുടെ നിലവിൽ വരും. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരു വിട്ടുവീഴ്ചകളോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗവർണറിന് അത് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താനും ഒക്കെ എന്താണ്, ഗവർണറിന് അധികാരമുണ്ട്. അതാണ് വിവേചനാധികാരങ്ങളിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അധികാരങ്ങൾ വിശദമാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ മന്ത്രിസഭയുടെയും പവേഴ്സാണ് നോക്കാനുള്ളത്. നോക്കാം. സംസ്ഥാന ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. സംസ്ഥാന ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹത്തിനാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അവിടുത്തെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാന ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ എന്താണ്, അദ്ദേഹത്തിനാണ് മെയിൻ ചുമതലകളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. മന്ത്രിസഭയുടെയും മറ്റ് മുഖ്യമന്ത്രിയുടെയൊക്കെ അധികാരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, മന്ത്രിസഭാ കൗൺസിലിലെ അംഗങ്ങളെയും അവരുടെ വകുപ്പുകളും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പം മന്ത്രിസഭാ കൗൺസിലുള്ള അംഗങ്ങളുടെയും അതുപോലെ അവർ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇപ്പം ടൂറിസം ആര് തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആരോഗ്യം ആര് കൈകാര്യം ചെയ്യണം, അങ്ങനെ ഓരോ വകുപ്പുകളെയും ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതാരൊക്കെയാണ് അതിൽ ഭരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മന്ത്രിസഭയുടെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ വിവിധ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ മന്ത്രിസഭയുടെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് കേട്ടോ. അതുപോലെ വിവിധ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മന്ത്രിമാർ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് കേട്ടോ. മന്ത്രിമാർ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്കൊക്കെ അംഗീകാരം നൽകുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നെ മന്ത്രിസഭാ കൗൺസിലും ഗവർണറും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ ഒരു മന്ത്രിസഭയുടെ കൗൺസിലും അതുപോലെ ഗവർണറും തമ്മിലുള്ള ആ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതുപോലെ മന്ത്രിസഭയുടെ ഭരണപരമായ തീരുമാനങ്ങൾ ഗവർണറെ ധരിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. ഗവർണർ ആവശ്യപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുമ്പോൾ മന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രിസഭാ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും അധികാരങ്ങളാണ് മുഖ്യമന്ത്രിക്കും മറ്റുള്ള മന്ത്രിമാർക്കും മന്ത്രിസഭയുടെ അധികാരങ്ങളായിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ മന്ത്രിസഭാ കൗൺസിൽ അംഗങ്ങളെയും അവരുടെ വകുപ്പുകളൊക്കെ എന്തൊക്കെയാണ് ഓരോരുത്തർ കൈകാര്യം ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നെ ഈ മന്ത്രിസഭാ മീറ്റിങ്ങിൻ്റെയൊക്കെ അധ്യക്ഷത വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയാം. അതുപോലെ വിവിധ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഈ ഒരു മുഖ്യമന്ത്രിയാണ്. അതുപോലെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്കൊക്കെ അംഗീകാരം നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്.
ഓക്കെ. പിന്നെ മന്ത്രിസഭാ കൗൺസിലും ഗവർണറും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയാം. പിന്നെ മന്ത്രിസഭയുടെ ഭരണപരമായ തീരുമാനങ്ങളൊക്കെ ഗവർണറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് അതൊക്കെ മുഖ്യമന്ത്രിയാണ്. പിന്നെ ഗവർണർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയോ ചെയ്യുമ്പോഴാണ് മന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രിസഭാ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തമ്മിലുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഘടന എന്താണെന്നാണ്. നോക്കാം. ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭയ്ക്ക് ഒറ്റ മണ്ഡലമേ ഉള്ളൂ, ഏകമണ്ഡല സഭ. എന്നാൽ ബീഹാർ, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭയാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു മണ്ഡലമേ ഉള്ളൂ. ആ ഒരൊറ്റ മണ്ഡലം ഉള്ളതാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ, ഏകമണ്ഡല സഭയാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സഭയാണ്? ദ്വിമണ്ഡല സഭയാണ്. അധോമണ്ഡലവും ഉപരിമണ്ഡലവും, അതാണ് ആ ഒരു ദ്വിമണ്ഡല സഭയിൽ ഉൾക്കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് 500 അംഗങ്ങളിൽ കൂടാനോ 60 അംഗങ്ങളിൽ കുറയാനോ പാടില്ല. എന്താണ് കണ്ടീഷൻ? ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ പ്രകാരം എന്താണ്? ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് 500 അംഗങ്ങളിൽ കൂടാനോ അതോ 60 അംഗങ്ങളിൽ കുറയാനോ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ എന്നാൽ ചെറിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗോവ, സിക്കിം, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 60-ൽ കുറവ് അംഗങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്ന് ഓർക്കുക. ചെറിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗോവ, സിക്കിം, മിസോറാമിലൊക്കെ എന്താണ് 60-ൽ കുറവ് അംഗങ്ങളെ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ നിയമനിർമ്മാണ സഭയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശം മുഖേന തിരഞ്ഞെടുക്കുന്നു. ഓക്കെ. ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടാകണം. ഓക്കെ. അപ്പോൾ ഈ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് വന്നിട്ട് ഒരു ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസ്ഥാന നിർമ്മാണ സഭയ്ക്ക് എത്ര അംഗങ്ങൾ? 500 അംഗങ്ങളിൽ കൂടാനോ 60 അംഗങ്ങളിൽ കുറയാനോ പാടില്ല. പിന്നെ ചെറിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗോവ, സിക്കിം, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ 60-ൽ കുറവ് അംഗങ്ങളെ അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താണ്? ഈ ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് പവറുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾക്ക് പ്രായപൂർത്തി വോട്ടവകാശം മുഖേന ആണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇനി നോക്കാനുള്ളത് നമുക്ക് ഈ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഒരു MLAക്ക് വേണ്ടിയിട്ടുള്ള MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടാകാം. ഓക്കെ. അപ്പോൾ ഒരു MLA എന്ന് പറഞ്ഞാൽ ആരാണ്? മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് MLA കേട്ടോ. അപ്പോൾ ഈ ഒരു MLAക്ക് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം ഒരു MLA എന്ന് പറയുന്നത്. പിന്നെ 25 വയസ്സ് പൂർത്തിയായിരിക്കണം. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. മറ്റെന്തെങ്കിലും പ്രതിഫലം വാങ്ങുന്ന ജോലിയിൽ ഏർപ്പെടരുത്. ഒരു ഗവൺമെൻറ് ജീവനക്കാരനായിരിക്കരുത്. ഓക്കെ. അപ്പോൾ ഒരു MLAക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. 25 വയസ്സാണ് കേട്ടോ പൂർത്തിയായിരിക്കേണ്ടത്. ഗവർണറിൻ്റെ കേസിൽ എത്രയായിരുന്നു വയസ്സ്? 35 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. 35 വയസ്സ് പൂർത്തിയായ ആൾക്കാണ് ഗവർണർ ആവാൻ പറ്റുക. MLAക്ക് വേണ്ട യോഗ്യതയിൽ 25 വയസ്സാണ് പൂർത്തിയായിരിക്കേണ്ടത്. പിന്നെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടായിരിക്കണം. പിന്നെ മറ്റെന്തെങ്കിലും ഒരു പ്രതിഫലം വാങ്ങുന്ന ജോലി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് ആ ഒരു ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ ഒരു ഗവൺമെൻറ് ജീവനക്കാരനാവുക ചെയ്യരുത് കേട്ടോ. ഗവൺമെൻറ് ജീവനക്കാരനായിരിക്കരുത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് നോക്കാം. സർവ്വദേശീയ വോട്ടവകാശം. ജാതിയോ വർഗമോ മതമോ ജനന സ്ഥലമോ ആൺപെൺ വ്യത്യാസമോ ഇല്ലാതെ 18 വയസ്സോ അതിൽ കൂടുതലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടവകാശം രേഖപ്പെടുത്താനും അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളുമാകാനുള്ള അവകാശത്തെയാണ് സർവ്വദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സർവ്വദേശീയ വോട്ടവകാശത്തിൽ എന്താണ് പറയുന്നത്? യാതൊരുവിധ വേർതിരിവോ ജാതിയോ വർഗമോ മതമോ അല്ലെങ്കിൽ ജനന സ്ഥലമോ ആണോ പെണ്ണോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളത് 18 വയസ്സാണ് നമ്മൾ പ്രായപൂർത്തി ആവാന്ന് പറയാം. ആ ഒരു 18 വയസ്സോ ആയ ആളോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഏതൊരു ഇന്ത്യക്കാർക്കും വോട്ടവകാശം
രേഖപ്പെടുത്താനോ അങ്ങനെ അവർക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനോ ഒക്കെ ഉള്ള ഒരു അവകാശത്തെയാണ് നമ്മൾ സർവ്വദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ. അപ്പോൾ എന്തൊക്കെ ചുമതലകളാണ് ഈ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കുള്ളത്? ലെജിസ്ലേറ്റീവ് പവേഴ്സാണ് നോക്കാനുള്ളത്. നിയമസഭയ്ക്ക് മാത്രമേ നിയമനിർമ്മാണ അവകാശമുള്ളൂ. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമനിർമ്മാണ കൗൺസിലിന് അയക്കും. ഇത് പാസ്സാക്കുകയോ നിർദ്ദേശങ്ങളോടെ മടക്കി അയക്കുകയോ ചെയ്യാം. 2 സഭകളും പാസ്സാക്കുമ്പോഴാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ധനപരമായ ബില്ലുകൾ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നു. ഇത് പിന്നീട് കൗൺസിലിലേക്ക് അയക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ ഒരു നിയമനിർമ്മാണ അവകാശമുള്ളത്. നിയമസഭയ്ക്ക് മാത്രമാണ് ഈ ഒരു നിയമനിർമ്മാണ അവകാശമുള്ളതെന്ന് പറയാം. അതുപോലെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ബില്ലുകളൊക്കെ എവിടെയാണ്? നിയമനിർമ്മാണ കൗൺസിലിലോട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഇത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോടെ മടക്കി അയക്കുകയോ ചെയ്യാം. അപ്പോൾ 2 സഭകൾ പാസ്സാക്കുമ്പോഴാണ് ഒരു ബില്ല് നിയമമാവുന്നത്. അപ്പോൾ ധനപരമായ ബില്ലുകൾ എവിടെയാണ്? നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചിട്ട് അത് പാസ്സാക്കുന്നു, അല്ലെങ്കിൽ അത് പിന്നീട് കൗൺസിലിലേക്ക് അയക്കുകയും ചെയ്യും. ഭരണനിർവാഹക സമിതി അല്ലെങ്കിൽ വ്യക്തിയുടെ മേലുള്ള നിയന്ത്രണം എന്താണെന്ന് നോക്കാം. മന്ത്രിസഭാ കൗൺസിലിന് നിയമനിർമ്മാണ സഭകളോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണനിർവാഹക സമിതിയെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടീവ് പവർ എന്താണ്? ഈ മന്ത്രിസഭാ കൗൺസിലിന് നിയമനിർമ്മാണ സഭകളോട് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നത്. ഇനി നോക്കാനുള്ളത് ഇലക്ട്രൽ ചുമതലകൾ. ഇലക്ട്രൽ ചുമതലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നിയമസഭയിൽ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/3 അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് തിരഞ്ഞെടുക്കാം. അതിനാണ് ഇലക്ട്രൽ ചുമതലകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നിയമസഭയിൽ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. ഈ ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/3 അംഗങ്ങളെയാണ് സംസ്ഥാന നിയമസഭയ്ക്ക് തിരഞ്ഞെടുക്കാവുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റിന്റെ 2 സഭകളിൽ ഓരോന്നിൻ്റെയും പ്രത്യേക ഭൂരിപക്ഷവും വിവിധ സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കുറഞ്ഞ പകുതിയിലധികം അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി പാസ്സാകുകയുള്ളൂ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? പാർലമെന്റിന്റെ 2 സഭകളും ഉണ്ട്. ഈ 2 സഭകളിലും ഓരോന്നിൻ്റെയും പ്രത്യേക ഭൂരിപക്ഷവും അതുകൂടാതെ വിവിധ സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കുറഞ്ഞത് പകുതിയിലധികം അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ ഒരു ഭരണഘടന ഭേദഗതി പാസ്സാകുകയുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് കീഴ്ക്കോടതികളിൽ ഏത് വിധത്തിലുള്ള കേസുകളാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഹൈക്കോടതികൾക്ക് കീഴിലായിട്ട് 3 വിഭാഗം കോടതികളാണുള്ളത്. സിവിൽ കോടതികളുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്, റവന്യൂ കോടതികളുണ്ട്. ഇതാണ് എന്നീ കീഴ്ക്കോടതികളാണുള്ളത് കേട്ടോ. അപ്പോൾ ഏത് വിധത്തിലുള്ള കേസുകളാണ് ഈ ഓരോ കോടതികളും കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് സിവിൽ കോടതികൾ. സിവിൽ കോടതികളിൽ കൈകാര്യം ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ സിവിൽ കോടതികളിൽ സിവിൽ കേസുകളാണ് പരിഗണിക്കുന്നത്. സിവിൽ കേസുകൾ എന്നാൽ 2ഓ അതിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള വസ്തു സംബന്ധമായ തർക്കങ്ങളോ കരാർ അല്ലെങ്കിൽ ഉടമ്പടി ലംഘനമോ വിവാഹമോചന കേസുകളോ ഭൂമി സംബന്ധമായ കേസുകളോ ആണ് ഈ ഒരു സിവിൽ കോടതികൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സിവിൽ കോടതി എന്ന് പറയുമ്പോൾ സിവിൽ കേസുകളാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ വസ്തു സംബന്ധമായിട്ടുള്ള കേസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിവാഹമോചന കേസുകൾ, ഭൂമി സംബന്ധിച്ചിട്ടുള്ള കേസുകൾ, ഈ ഒരു കേസുകളൊക്കെയാണ് സിവിൽ കോടതികളിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള കീഴ്ക്കോടതികളാണുള്ളത്. ക്രിമിനൽ കോടതി ഉണ്ട്, റവന്യൂ കോടതി, പിന്നെ ഉള്ളത് സിവിൽ കോടതികൾ. അപ്പോൾ ഈ ഒരു സിവിൽ കോടതികളിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് റവന്യൂ കോടതികൾ കൈകാര്യം ചെയ്യുന്ന കേസുകൾ ക്രിമിനൽ കോടതികളിൽ കൈകാര്യം ചെയ്യുന്ന കേസുകൾ എന്താണെന്ന് നോക്കാം. മോഷണ കേസുകൾ, കൊള്ളയടി, ലൈംഗിക പീഡനം, പോക്കറ്റ് അടി, ശാരീരിക പീഡനം, കൊലപാതകം മുതലായ ക്രിമിനൽ കേസുകളാണ് ക്രിമിനൽ കോടതികളിൽ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം
ആ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ക്രിമിനൽ കോടതികളിലാണ്. അതിൽ മോഷണ കേസുകൾ ഇൻക്ലൂഡഡ് ആണ്, കൊള്ളയടിക്കൽ, ലൈംഗിക പീഡനം, പോക്കറ്റ് അടി, ശാരീരിക പീഡനം, കൊലപാതകം, ഇത്തരത്തിലുള്ള കേസുകളൊക്കെയാണ് ഈ ഒരു ക്രിമിനൽ കോടതി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റവന്യൂ കോടതികളാണ്. റവന്യൂ കോടതികൾ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്ക സംസ്ഥാനങ്ങളിലും റവന്യൂ ബോർഡുകളുണ്ട്. അപ്പോൾ റവന്യൂ ബോർഡിൽ കമ്മീഷണർ, കളക്ടർ, തഹസിൽദാർ, അസിസ്റ്റന്റ് തഹസിൽദാർ എന്നിവരുണ്ട്. റവന്യൂ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ റവന്യൂ ബോർഡാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു റവന്യൂ കോടതി എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൊരു ബോർഡാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു റവന്യൂ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? കമ്മീഷണർ ഉണ്ടാവും, കളക്ടർ ഉണ്ടാവും, തഹസിൽദാർ, അസിസ്റ്റന്റ് തഹസിൽദാർ എന്നിവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റവന്യൂ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളൊക്കെയാണ് റവന്യൂ ബോർഡ് തീർപ്പാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് റിട്ട് എന്താണെന്ന് നോക്കാനുണ്ട്. എന്താണ് റിട്ട്? മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുവാനോ സംരക്ഷിക്കുവാനോ അപേക്ഷിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പരാതികളിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കോ നിർദ്ദേശിക തത്വങ്ങൾക്കോ റിട്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ഈ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുവാനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുവാനോ അപേക്ഷിച്ചുകൊണ്ട് ഒരാൾ സമർപ്പിക്കുന്ന പരാതികളിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കാണ് ഈ ഒരു ഉത്തരവുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ ആണ് നമ്മൾ റിട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക കാര്യങ്ങളും. ഇതിൽ നമ്മൾ സർക്കാരിൻ്റെ 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അതിലുള്ള നമ്മൾ ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളിതിൽ പറഞ്ഞിരുന്നു, ഗവർണറിനെ പറ്റിയിട്ട് പറഞ്ഞു. ഗവർണർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടന നൽകുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അധികാര നിർവഹണത്തിൻ്റെ കേന്ദ്രമാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗവർണർ എന്താണ്? ഒരു നോമിനൽ ഹെഡായിട്ടാണ് പ്രവർത്തിക്കുക. മറ്റുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് അവിടെ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത്. പക്ഷേ ഈ ഒരു ഗവർണറിന് വെറും ഒരു നോമിനൽ ഹെഡ് മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ ഗവർണർ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. 35 വയസ്സാണ് ഗവർണർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായം ആവേണ്ടതെന്ന് പറഞ്ഞു. 5 വർഷമാണ് ഗവർണറുടെ ഒരു കാലാവധി. പക്ഷേ ഈ 5 വർഷത്തിൽ കൂടുതൽ പ്രസിഡന്റ് പറയുന്നത് വരെ ഗവർണറിന് ആ ഒരു ഭരണം തുടരാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ, അതുപോലെ മന്ത്രിസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു പവേഴ്സ് ഓഫ് ഗവർണർ പറഞ്ഞു. അത് 4 ടൈപ്പ് പവേഴ്സാണ് ഉള്ളത്. എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, ഭരണനിർവഹണ അധികാരങ്ങൾ പറഞ്ഞു, ലെജിസ്ലേറ്റീവ് പവർ, നിർവാഹക അധികാരങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു, ഫൈനാൻഷ്യൽ പവേഴ്സ്, ധനവിനിമയ അധികാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, ഡിസ്ക്രിഷണറി പവേഴ്സ്, വിവേചന അധികാരത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.